1987 അഹമ്മദാബാദ് നഗരസഭ മുനിസിപ്പാലിറ്റി പിടിച്ചുകൊണ്ടാണ് BJP ഗുജറാത്തിലേക്ക് കയറിയത്. ഈ കാര്യം ഇപ്പോൾ ലോകത്തോട് പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒരു തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി, നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെ എടുത്താൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി, അന്ന് ട്വീറ്റ് ഇല്ല, പക്ഷെ എങ്കിൽ പോലും മറ്റ് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നത് ഈ നമ്മുടെ നരേന്ദ്രമോദിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് അതിന് പ്രതികരിക്കുന്നത്. അമിത്ഷാ പ്രതികരിച്ചു, JP നദ്ദ, യോഗി ആദിത്യനാഥ് എല്ലാവരും പ്രതികരിച്ചു. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാനുള്ള ശ്രമത്തിലുമാണ്. അങ്ങനെ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്തിനോടുള്ള സ്നേഹം കൊണ്ടോ തിരുവനന്തപുരത്തെ ഇങ്ങനെ വികസിച്ചോട്ടെ, അതല്ല. അതൊരു അജണ്ട. രണ്ടാമത്തെ അജണ്ട, പ്രധാന അജണ്ട, അതിനേക്കാൾ പ്രധാന അജണ്ട തിരുവനന്തപുരം തല പിടിച്ചുകൊണ്ട് വാല് താഴോട്ട് കാസർഗോഡ് വരെ പിടിക്കുക. എയിംസിന് തിരുവനന്തപുരത്ത്, കാരണം സംസ്ഥാന സർക്കാർ വിചാരിച്ചാലേ എയിംസ് വരുത്താൻ പറ്റുള്ളൂ, പക്ഷേ എയിംസ് അടക്കം തിരുവനന്തപുരത്ത് വരണം. ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് നടത്തുമെന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ മനോഹരമായി, ഇനി എന്ത് ഒളിമ്പിക്സ് ആണ്, കുട്ടികളുടെ ഒളിമ്പിക്സ് ആണോ അതോ പിന്നെ അംഗപരിമിതരുടെ ഒളിമ്പിക്സ് ആണോ, ഒളിമ്പിക്സ് നടത്തിയാൽ മതിയല്ലോ, അതോ മാത്സിന്റെ ഒളിമ്പ്യാഡാണോ, എന്ത് ഒളിമ്പിക്സ് ആണെന്നറിയില്ല, അത്തരത്തിലുള്ള മനോഹരമായ ടിൻ സിറ്റി ആക്കും എന്ന് പറയുന്നു. ഇവിടെ നായ്ക്കളുടെ ശല്യമില്ലാതാക്കും, മാലിന്യ പ്രശ്നം പരിഹരിക്കും, അങ്ങനെ അതിമനോഹരമായ ഒരു നഗരമാക്കും എന്ന് പറയുന്നു. നരേന്ദ്രമോദി 45 ദിവസത്തിനകം ഇവിടെ വന്ന് മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്ന് പറയുന്നു. തിരുവനന്തപുരത്തിന് മേയർ ആവുന്നത് ആരും എന്നുള്ളതാണ് അടുത്ത കൗതുകം. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന, ആദ്യം കുറെ കാലമായി പറഞ്ഞു കേട്ട പേരാണ് VV രാജേഷിൻ്റെത്. VV രാജേഷിന്റെ പറയാൻ കാരണം അദ്ദേഹം BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. എന്നാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി കൊണ്ടായാലും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ IPS കാരിയാണ്, വനിതയാണ്, സീനിയറാണ്, തിരുവനന്തപുരത്തിന് പരിചിതമായ മുഖമാണ്. അങ്ങനെ ശ്രീലേഖ IPSനെ ആക്കുമോ? അപ്പോഴാണ് കരമന അജിത്ത് 2 പ്രാവശ്യം ജയിക്കുകയും വളരെ ജനകീയ മുഖമായി നിൽക്കുന്ന, എല്ലാവരോടും സൗമ്യമായി നിൽക്കുന്ന കരമന അജിത്തുണ്ട് 2 പ്രാവശ്യമായി ജയിക്കുന്നത്, ഇപ്പൊ 3ാമത്തെ തവണയാണ്. അപ്പോഴാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പാപ്പനംകോട് ഗോപനുണ്ട്, അദ്ദേഹം 4ാം തവണയാണ് ഇപ്പൊ ജയിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം ജനങ്ങളുമായി ഡീൽ ചെയ്യുന്ന കഴിഞ്ഞ പ്രതിപക്ഷ നേതാവുമായിരുന്നു. രാജേഷ് ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാവായിട്ട് വച്ചത് ഗോപനെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവല്ലേ മേയർ ആവേണ്ടെന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ ഇതിനകത്ത ഇടയിലാണ് സിമി ജ്യോതിഷ് എന്ന് പറയുന്ന മറ്റൊരു വനിത, ചാലയിൽ മത്സരിച്ച് ജയിച്ച മറ്റൊരു കൗൺസിലർ വരുന്നു. കരിമത്ത് ജയിച്ച ആശാനാഥ് വരുന്നു. ഇങ്ങനെ ഒരു പരമ്പര തന്നെ എനിക്ക് തോന്നുന്നു ഇവർ 4-5 പേരായിരിക്കും മേയറും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമായിട്ട് വരുന്നതിന്റെ ആദ്യത്തെ പേരുകൾ. എന്തായാലും ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടി അദാനിയുമായി ചേർന്നുകൊണ്ടുള്ള ടിൻ സിറ്റി കൺസെപ്റ്റിൽ തിരുവനന്തപുരത്തെ നഗരത്തെ 2 ഭാഗമായി തിരിച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായ അർബനൈസ്ഡ് ആയിട്ടുള്ള കോസ്മോപൊളിറ്റൻ ഏരിയയ്ക്ക് ഒരു പാക്കേജ്, ബാക്കിയുള്ള പ്രദേശത്തിന് ഒരു പാക്കേജ്, അങ്ങനെ 2 തരത്തിലുള്ള പാക്കേജുകൾ വരുന്നു എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ പിന്നെ വേളിയെയും ആക്കുളത്തെയും കോവളത്തെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ ടൂറിസം പോയിന്റുകൾ വരാൻ പോകുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഈ ചെറിയ ആളുകൾ മുതൽ വലിയ ആളുകൾ വരെ എല്ലാ വാർഡുകളിലും അക്ഷയ സെന്റർ പോലുള്ള ജനസേവന കേന്ദ്രങ്ങൾ വരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഏത് പദ്ധതികളെയും കുറിച്ച് അറിയാൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ ജനസേന കേന്ദ്രം ഉള്ളത് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലൊക്കെയാണ്. അതിനെ കോർപ്പറേഷനിലെ 100 വാർഡുകളിലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഉൾപ്പെടെ അറിയാൻ വേണ്ടി പിന്നെ മുദ്രാ ലോൺ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളെ കുറിച്ച് പറയാനും പാസ്പോർട്ട് ഉൾപ്പെടെ അല്ലെങ്കിൽ ആധാർ ഉൾപ്പെടെ എല്ലാത്തിനും അപേക്ഷിക്കുവാനുള്ള സെന്ററുകളാക്കി, എപ്പോഴും ജനങ്ങൾ വരുന്ന സെന്ററുകളാക്കി മാറ്റി, വാർഡ് തലത്തിൽ കൗൺസിലർമാരുടെ ഓഫീസ് തുറന്ന്, വാർഡ് തലത്തിൽ ലൈബ്രറികൾ തുടങ്ങി, വാർഡ് തലത്തിൽ കഫേകൾ തുടങ്ങി, അങ്ങനെ വലിയ തരത്തിലാണ് വാർഡ് തലത്തിലേക്ക് ഡീസെൻട്രലൈസേഷനിലേക്ക് പോകാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. നായ്ക്കൾക്ക് വേണ്ടിയിട്ടുള്ള നായ്ക്കളെ മാറ്റുന്നതിനുള്ള പ്രത്യേക സംവിധാനം, മാലിന്യ സംസ്കരണത്തിന് ഇൻഡോർ മാതൃകയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, 1 ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന സംവിധാനങ്ങൾ, IT നഗരമാക്കുന്നത് എങ്ങനെ തിരുവനന്തപുരത്തിനെ. അതുപോലെ തന്നെ ഗാന്ധിജി വന്നപ്പോൾ എവർ ഗ്രീൻ സിറ്റി എന്നാണ് തിരുവനന്തപുരത്തെ വിളിച്ചിരുന്നത്, നിത്യഹരിത നഗരം, അതിനെ ആക്കുന്നതിന് വേണ്ടി തിരിച്ചു പിടിക്കുന്നത് എങ്ങനെ. ഇങ്ങനെ തുടങ്ങിയ 100 കണക്കിന് പാക്കേജുകളാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മനസ്സിലിരിക്കുന്നത്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളിത് തിരുവനന്തപുരം നഗരത്തെ വികസിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിയമമണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിയമമണ്ഡലത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് വലിയ വികസനം നടക്കും. അതുപോലെ തന്നെ വട്ടിയൂർക്കാവുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത്, കഴക്കൂട്ടമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തും വലിയ വികസനം കൊണ്ടുവരും. അങ്ങനെ കോവളവും വട്ടിയൂർക്കാവും പിന്നെ നേമവും
കഴക്കൂട്ടവും ഒക്കെ കയ്യിൽ വരുമ്പോഴും ഒരു സംശയം നിൽക്കുന്നത് എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള പ്രത്യേകിച്ച് ബ്രാഹ്മണ സമുദായത്തിന്റെ അഗ്രഹാരങ്ങൾ ഉൾപ്പെടെയുള്ള നഗരമധ്യത്തിലുള്ള ആന്റണി രാജുവിന്റെ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലം എന്തുകൊണ്ട് BJP കൈവിടുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് ഇപ്രാവശ്യവും കൈവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും കൈവിട്ടു. രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വോട്ട് കുറവായിരുന്നു. എന്താണ് ആ മണ്ഡലം ഈ ഒരു ഹിന്ദുത്വ വിരുദ്ധമായി നിൽക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു BJP സംഘപരിവാർ വിരുദ്ധമായി എന്തോ ഒരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്. ഏതോ നേതാക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ അതോ എന്താണ് അവിടുത്തെ പ്രശ്നം എന്നറിയില്ല. എന്തായാലും അങ്ങനെ ഒരു മണ്ഡലം കൂടെ കിടപ്പുണ്ട്. പിന്നെ ആറ്റിങ്ങലുണ്ട്, വർക്കലയുണ്ട്, ഇങ്ങനെ കേരളത്തിലെ ചാത്തന്നൂരുണ്ട്, തുടങ്ങി കേരളത്തിലെ ഒരുപാട് 10 മണ്ഡലങ്ങളെങ്കിലും പിടിക്കുന്ന രീതിയിൽ BJP 2026 പ്രതിപക്ഷത്തിന്റെ ഒരു ഹാഫ് പ്രതിപക്ഷമാകുക, അരപ്രതിപക്ഷമാകുന്ന രീതിയിൽ ഒരു 10 സീറ്റെങ്കിലും പിടിക്കുക. 2031 കഴിയുമെങ്കിൽ ഭരണകക്ഷിയാവുക, അല്ലെങ്കിൽ പ്രതിപക്ഷം മുഖ്യ പ്രതിപക്ഷമായി മാറുക. 36 സമ്പൂർണമായിട്ടുള്ള ഭരണം പിടിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത 10 വർഷത്തെ പ്ലാനാണ് കയ്യിലുള്ളത്. 47 ആകുമ്പോൾ 100ാം വാർഷികത്തിന് വേണ്ടി വികസിത ഭാരതമായി ഭാരതം നീങ്ങുമ്പോൾ അതിനനുസരിച്ച് എല്ലാ പദ്ധതികളെയും, തൊഴിലുറപ്പുള്ള അടക്കമുള്ള എല്ലാ പദ്ധതികളെയും അതിനനുസരിച്ച് ട്യൂൺ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് നോക്കൂ, ആണവ മേഖലയിൽ വിദേശ നിക്ഷേപം വരുന്നു, പോളിസി LICയുടെ മേഖലയിൽ വിദേശ നിക്ഷേപം വരുന്നു. LICയുടെ മേഖലയിൽ വിദേശ നിക്ഷേപം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് വ്യത്യാസം വരും. നമ്മുടെ ആളുകൾക്ക് ഇതിൽ വരെ ഗുണം കിട്ടും. LIC പൊതുമേഖലയിൽ നിന്ന് പോകും, അത് വേറെ കാര്യം. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെച്ചപ്പെട്ട സേവനം കിട്ടും. അങ്ങനെ സ്വകാര്യ മേഖലയെ കൂടി കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് മെച്ചപ്പെട്ട സേവനം കൊടുത്തുകൊണ്ട് പല രൂപത്തിലുള്ള പുതിയ പരിഷ്കാരങ്ങളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകുമ്പോൾ അതിന്റെ പരിണിത ഫലമായിട്ടുള്ള അതിന്റെ ഗുണഫലങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നുകൊണ്ട് അത് കേരളത്തിലെ തലസ്ഥാനത്ത് നടപ്പിലാക്കി കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്കും കോഴിക്കോടും കൊച്ചിയിലും അതുപോലെ തന്നെ കൊല്ലത്തും എല്ലാ നഗരസഭകളിലേക്കും കോർപ്പറേഷനുകളിലേക്കും കൊണ്ടുപോയി അതിലൂടെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയി വലിയ തോതിൽ BJPയുടെ തേരോട്ടം നടത്താനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്ലാൻ. അതിനനുസരിച്ചുള്ള ഒരു സംഘടനാ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളും രാജീവ് ചന്ദ്രശേഖർ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ പോയി വരുമ്പോൾ കൃത്യമായി മേയറായെന്നറിയാം. ഇതിനിടയിൽ 50 സീറ്റേ ഉള്ളൂ, ഒരു സീറ്റൂടെ കിട്ടണം. ഒരുപക്ഷെ അത് രാധാകൃഷ്ണൻ, കണ്ണമ്മൂലയിൽ ജയിച്ച രാധാകൃഷ്ണനുണ്ട്, മറ്റൊരു കോൺഗ്രസ് വിമതൻ ജയിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണോ അതിന് വിഴിഞ്ഞം? പക്ഷെ വിഴിഞ്ഞം കിട്ടുക എന്ന് പറഞ്ഞൊരു പ്രായോഗിക ബുദ്ധിമുട്ട്. വിഴിഞ്ഞം ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു പ്രദേശമാണ്. ഒരുപക്ഷെ അവിടെ സ്വതന്ത്രനെയോ അല്ലെ BJPക്ക് സർവ്വസമ്മതനായ ആരെങ്കിലും നിർത്തി അവിടെ ജയിപ്പിച്ചെടുക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ പിന്നെ ഭരണമൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ 6 മാസം എന്തായാലും പോകാമല്ലോ, 6 മാസത്തിനകത്ത് തെളിയിച്ചാൽ മതിയല്ലോ. അപ്പൊ ആ സമയം കൊണ്ട് ഈ വിഴിഞ്ഞപ്പോ ജനുവരി 13 തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് വിഴിഞ്ഞത്ത് നിന്നൊരു BJPക്കാരനെ ജയിപ്പിച്ചെടുത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആക്കാൻ എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് വിഴിഞ്ഞത്തുള്ള ആളിനെ ജയിപ്പിച്ചെടുക്കലാണോ? അങ്ങനെയാണെങ്കിൽ കൃത്യമായി 51ആയി. അതേ രാധാകൃഷ്ണനെ, കണ്ണമ്മൂല രാധാകൃഷ്ണനെ കൂടെ നിർത്തുമോ, അല്ല ബെറ്റർ ജയിച്ചിരിക്കുന്ന കൗൺസിലറെ കൂടെ നിർത്തുമോ? എന്താണ് സംഭവിക്കുന്നറിയില്ല. എന്തായാലും കോൺഗ്രസും CPM-ഉം ഒന്നിച്ചു നിന്ന്, രാധാകൃഷ്ണനും സ്വതന്ത്രം എല്ലാവരും ഒന്നിച്ചു നിന്നാലേ 50 ആവുള്ളൂ. അതിനുള്ളൊരു ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം അങ്ങനെ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചു നിന്നാൽ അത് നേട്ടമുണ്ടാക്കുക BJP ആയിരിക്കും. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ശക്തമായി പറയാം, ഇന്ത്യ മുന്നണി ഇവിടെ നിൽക്കുന്നു, ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് കൃത്യമായി ഒരു പ്രതിപക്ഷ റോളിലേക്ക് BJPക്ക് വളരാൻ പറ്റും. അതിന്റെ അപകടം നന്നായി CPM-ഉം കോൺഗ്രസും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തറ പോലും, മുനിസിപ്പാലിറ്റിയിൽ പോലും ഒന്നിച്ചു നിന്നാൽ, കോൺഗ്രസും CPM-ഉം ഒന്നിച്ചു നിന്നാൽ അവർക്ക് എന്ത് കിട്ടും? ഭരണം കിട്ടും. അത് വേണ്ട, അത് BJP തന്നെ ഒറ്റക്കക്ഷിയായ BJP തന്നെ ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞ് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ മേയറാണ് മുനിസിപ്പൽ ചെയർമാനാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു മാറ്റം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തലസ്ഥാനം പിടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പിടിക്കുക, നിയമസഭ പിടിക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് പ്ലാനാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. അതിന് മോണിറ്ററിംഗ് നടക്കുന്നത് ഡൽഹിയിൽ നിന്നാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തിരുവനന്തപുരത്തിലൂടെ കേരളം BJP പിടിക്കുന്ന പുതിയ കാലഘട്ടമാണ് BJP സ്വപ്നം കാണുന്നത്. അതെങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ഈ നാട്ടിലെ മറ്റുള്ളവരുടെ കൗതുകം.